ഹായ് എവ്രി വൺ, വെൽക്കം ടു സ്റ്റഡി ലുക്ക്. ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 എക്കണോമിക്ക് ഫസ്റ്റ് ചാപ്റ്ററാണ്. ഒരു ചെറിയ ചാപ്റ്ററാണത്, പെട്ടെന്ന് പഠിക്കാനായിട്ട് പറ്റും. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരാണ് ഇന്ത്യൻ ഇക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. അപ്പോൾ എന്താണ് ഈ ഒരു ചാപ്റ്ററിൽ ഒന്ന് നോക്കാം. 1947 ഓഗസ്റ്റ് 15 നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അതിനു മുമ്പ് നമ്മുടെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് കൊളോണിയൽ റൂളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്താണ് കൊളോണിയൽ റൂൾ എന്ന് നോക്കാം. ഇറ്റ് റെഫേഴ്സ് ടു എ സിസ്റ്റം ബിറ്റ്വീൻ ടു കൺട്രീസ് അണ്ടർ വിച്ച് വൺ കൺട്രി ബീയിങ് ദ റൂളർ ആൻഡ് ദ അനദർ കൺട്രി ബീയിങ് ദ കോളനി ആൻഡ് ദ റൂളിംഗ് കൺട്രി ഡിറ്റർമൈൻ ദ എക്കണോമിക് പോളിസി ഓഫ് ദ കോളനി കൺട്രി. അതായത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു സിസ്റ്റമാണിത്. ഇതിൽ ഒരു കൺട്രി റൂളർ കൺട്രിയും മറ്റേ കൺട്രി കോളനി കൺട്രിയുമാണ്. ഇന്ത്യയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ബ്രിട്ടീഷ് റൂളിംഗ് കൺട്രിയും ഇന്ത്യ കോളനി കൺട്രിയുമാണ്. അടുത്ത ടോപ്പിക്കാണ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ഇക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതൊക്കെ വിശദീകരിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ എല്ലാത്തിനും ഒന്ന് ഷോർട്ടാക്കിയിട്ട് ചെറിയ ചെറിയ പോയിന്റുകളായിട്ടാണ് ഇവിടെ പറയുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് സ്റ്റെഗ്നന്റ് ഇക്കോണമി. അതിൽ പറയുന്നത് ലോ ഡെവലപ്മെൻറ്റ്, നാഷണൽ ഇൻകം അവിടെ കുറവായിരിക്കും, ലെസ് പെർ ക്യാപിറ്റ ഇൻകം, ലെസ് എക്കണോമിക് ഗ്രോത്ത് റേറ്റ്. അടുത്ത പോയിൻ്റാണ് രണ്ടാമത്തെ അഗ്രികൾച്ചറൽ സെക്ടർ. അതിൽ പറയുന്നത് ഇവിടെ 70% ആൾക്കാരും അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. പിന്നെ ലോ പ്രൊഡക്ടിവിറ്റി ആയിരിക്കും. സെമീന്ദാരി സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ പ്രചാരണത്തിലുണ്ടായിരുന്ന ഭൂനികുതി സംവിധാനമാണ്. ഈ സംവിധാനത്തിൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സെമീന്ദാരികൾക്കായിരിക്കും. അവർ കർഷകരിൽ നിന്ന് ഭൂനികുതി വാങ്ങിയിട്ട് പിന്നീട് അത് ബ്രിട്ടീഷുകാർക്ക് അടയ്ക്കുകയാണ് ചെയ്യുക. പിന്നെ ട്രഡീഷണൽ ടൂൾസ് ആൻഡ് മെത്തേഡ്സ്, കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള ടൂൾസും മെത്തേഡുകളും ആയിരിക്കും. ലെസ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്. മൂന്നാമത്തെ പോയിൻ്റാണ് ഇൻഡസ്ട്രിയൽ സെക്ടർ വെരി വീക്ക്. മോഡേൺ ഇൻഡസ്ട്രീസ് അവിടെ കുറവായിരുന്നു. ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഹാൻഡിക്രാഫ്റ്റ്സുകളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്നു. ബ്രിട്ടീഷ് പോളിസീസ്, അതായത് ഇന്ത്യൻ ഇൻഡസ്ട്രീസിനെ ബാക്ക്വേർഡ് ആക്കിക്കൊണ്ട് ബ്രിട്ടീഷ് പോളിസീസ് വന്നുകൊണ്ടിരുന്നു. ഇൻഡസ്ട്രിയലൈസേഷൻ വന്നു. ഇൻഡസ്ട്രിയലൈസേഷൻ വളരെ ദുർബലമായിരുന്നു. അത് തീരെ ഉണ്ടായിരുന്നില്ല. നാലാമത്തെ പോയിൻ്റാണ് ഫോറിൻ ട്രേഡ്. ബ്രിട്ടനെ ആശ്രയിച്ചിട്ടാണ് ട്രേഡ് നടത്തിയിരുന്നത്. ഇന്ത്യ എക്സ്പോർട്ട് ചെയ്ത റോ മെറ്റീരിയൽസാണ് കോട്ടൺ, ജൂട്ട്, ഇൻഡിഗോ അങ്ങനത്തെ കാര്യങ്ങൾ. ഇന്ത്യ ഇമ്പോർട്ട് ചെയ്ത ഫിനിഷ്ഡ് ഗുഡ്സ് ആണ് ക്ലോത്ത്സ്, മെഷീനറി അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ. ട്രേഡ് ചെയ്യുന്ന പാറ്റേൺ കൊളോണിയൽ പാറ്റേൺ ആയിരുന്നു. ഹ്യൂജ് ഡ്രെയിൻ ഓഫ് വെൽത്ത് ആണ് ഉണ്ടായിരുന്നത്. അഞ്ചാമത്തെ പോയിൻ്റാണ് ഹൈ പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്. ഫസ്റ്റ് പോയിന്റ് ഡിസ്കസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ അഗ്രികൾച്ചർ. സെക്കൻഡ് പോയിന്റ് ഇൻഡസ്ട്രിയൽ അൺഎംപ്ലോയ്മെൻറ്റ്. ആറാമത്തെ പോയിൻ്റാണ് അണ്ടർ ഡെവലപ്ഡ് ഇൻഫ്രാസ്ട്രക്ചർ. ഇവിടെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവാത്ത ഇൻഫ്രാസ്ട്രക്ചേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ട്രാൻസ്പോർട്ടേഷനാണ് ആദ്യത്തെ, അതായത് റോഡ്സും റെയിൽവേസും ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പവർ ആൻഡ് ഇലക്ട്രിസിറ്റി, കമ്മ്യൂണിക്കേഷൻ, ബാങ്കിങ് ആൻഡ് ഫിനാൻസ്. ഏഴാമത്തെ പോയിൻ്റാണ് ലോ ലെവൽ ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്താണ് അവിടെ? ലോ ലെവലായിരുന്നു. ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് വെറും 16%. ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത് 32 വർഷമാണ്. മെഡിക്കൽ ഫെസിലിറ്റീസ് അവിടെ ഉണ്ടായിരുന്നില്ല, അതായത് കുറവായിരുന്നു. ഹൈ ബർത്ത് റേറ്റും അതുപോലെ തന്നെ ഡെത്ത് റേറ്റും കൂടുതലായിരുന്നു, ബർത്ത് റേറ്റും കൂടുതലായിരുന്നു. അടുത്ത ടോപ്പിക്കാണ് കണ്ടീഷൻ ഓഫ് ഇന്ത്യൻ ഇക്കോണമി ഡ്യൂറിങ് ദ പ്രീ ബ്രിട്ടീഷ് പീരീഡ്. അതായത് ബ്രിട്ടീഷ് ഭരണത്തിന് മുമ്പുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ സ്ഥിതി. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇന്ത്യ ഹാഡ് ആൻ ഇൻഡിപെൻഡൻറ്റ് ഇക്കോണമി ബിഫോർ ദ ബ്രിട്ടീഷ് റൂൾ. അതായത് ബ്രിട്ടീഷ് ഭരണത്തിന് മുമ്പ് ഇന്ത്യക്ക് സ്വതന്ത്ര സമ്പദ് വ്യവസ്ഥ ഉണ്ടായിരുന്നു. രണ്ടാമത്തേതാണ് അഗ്രികൾച്ചർ വാസ് ദ മെയിൻ സോഴ്സ് ഓഫ് ലൈവ്ലിഹുഡ്. കൃഷിയായിരുന്നു അവരുടെ പ്രധാനമായിട്ടുള്ള ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സോഴ്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തെയാണ് ദ ഇക്കോണമി ഹാഡ് വേരിയസ് കൈൻഡ് ഓഫ് മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ്. അതായത് സമ്പദ് വ്യവസ്ഥയിൽ വിവിധ തരം ഉൽപ്പാദന പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. നാലാമത്തേത് ഇന്ത്യ വാസ് പർട്ടിക്കുലർലി വെൽ നോൺ ഫോർ ഇറ്റ്സ് ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് ഇൻക്ലൂഡിംഗ് കോട്ടൺ ആൻഡ് സിൽക്സ്, ടെക്സ്റ്റൈൽസ്, മെറ്റൽ വർക്ക്സ് ആൻഡ് പ്രീഷ്യസ് സ്റ്റോൺസ്.
കൈത്തൊഴിൽ വ്യവസായങ്ങൾക്ക് എന്താണ് പരുത്തിയും പട്ടുതുണികളും ലോഹങ്ങളും വിലപിടിപ്പുള്ള കല്ലുകൾ ഉപയോഗിച്ചുള്ള വസ്തുക്കൾ മുതലായവ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ പ്രശസ്തമായിരുന്നു. അഞ്ചാമത്തെയാണ് ദസ് പ്രൊഡക്ട്സ് എൻജോയ്ഡ് എ വേൾഡ് വൈഡ് മാർക്കറ്റ്. ഈ ഉൽപ്പന്നങ്ങൾ ലോകമെമ്പാടും വിപണി ഉണ്ടായിരുന്നു. അടുത്ത ടോപ്പിക്കാണ് ഇന്ത്യൻ ഇക്കോണമി ഡ്യൂറിങ് ദ കൊളോണിയൽ റൂൾ. അതായത് ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ. അതിനെക്കുറിച്ചിട്ടാണ് ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് പറയാം. ദ എക്കണോമിക് പോളിസീസ് ഫോളോഡ് ബൈ ദ ബ്രിട്ടീഷ് were more concerned with protecting and promoting the economic interest of Britain than with developing the Indian economy. അതായത് ബ്രിട്ടീഷുകാർ പിന്തുടരുന്ന സാമ്പത്തിക നയങ്ങൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ വികസിപ്പിക്കുന്നതിനേക്കാൾ ബ്രിട്ടന്റെ സാമ്പത്തിക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിലും പ്രോത്സാഹിപ്പിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. അടുത്തൊരു പോയിന്റാണ് This led to the transformation of the Indian economy into a supplier of raw materials and a consumer of finished industrial products from Britain. അതായത് ഇത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ അസംസ്കൃത വസ്തുക്കളുടെ വിതരണക്കാരായും ബ്രിട്ടനിൽ നിന്നുള്ള ഫിനിഷ്ഡ് വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ ഉപഭോക്താവായും രൂപാന്തരപ്പെടുത്തുന്നതിലേക്ക് നയിച്ചു. അടുത്ത പോയിന്റാണ് The colonial government never made any sincere attempt to estimate India's national and per capita income. അതായത് ഇന്ത്യയുടെ ദേശീയ പ്രതിശീർഷ വരുമാനം കണക്കാക്കാൻ കൊളോണിയൽ ഗവൺമെൻറ് ഒരിക്കലും ആത്മാർത്ഥമായ ഒരു പരിശ്രമവും നടത്തിയിട്ടില്ല. നാലാമത്തെ പോയിന്റാണ് എക്കണോമിക് ലൈക്ക് ദാദാഭായ് നവറോജി, വില്യം ഡിഗ്ബി, ഫിൻലെ ഷിറാസ്, V.K.R.V. റാവു ആൻഡ് R.C. Desai attempted to measure India's national and per capita income during the colonial period. അതായത് സാമ്പത്തിക വിദഗ്ധരായ ദാദാഭായ് നവറോജി, വില്യം ഡിഗ്ബി, ഫിൻലെ ഷിറാസ്, V.K.R.V. റാവു, R.C. കൊളോണിയൽ കാലത്ത് ഇന്ത്യയുടെ ദേശീയ ആളോഹരി വരുമാനം അളക്കാൻ ദേശായി ശ്രമിച്ചു. അഞ്ചാമത്തെയാണ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് എസ്റ്റിമേറ്റ് ഓഫ് നാഷണൽ ഇൻകം ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് റൂൾ വാസ് മെയ്ഡ് ബൈ V.K.R.V. റാവു who claimed that the Indian economy grew at a rate of 2% per annum. അതായത് ബ്രിട്ടീഷ് ഭരണകാലത്തെ ദേശീയ വരുമാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണക്ക് V.K.R.V. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പ്രതിവർഷം 2% എന്ന നിരക്കിൽ വളർന്നുവെന്ന് റാവു അവകാശപ്പെട്ടു. ആറാമത്തെയാണ് ദ പെർ ക്യാപിറ്റ ഇൻകം ഹൗവർ ഗ്രൂ അറ്റ് ലെസ് ദാൻ 0.5 per annum, indicating that the Indian economy was developing at an extremely low rate. അതായത് പ്രതിശീർഷ വരുമാനം പ്രതിവർഷം 0.5% താഴെയാണ് വളർന്നത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വളരെ താഴ്ന്ന നിരക്കിലാണ് വികസിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നു. അടുത്ത ടോപ്പിക്കാണ് കണ്ടീഷൻസ് ഓഫ് ഫോറിൻ ട്രേഡ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ. അതായത് ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകാലത്ത് ഇന്ത്യയിലെ വിദേശ വ്യാപാരത്തിൻ്റെ അവസ്ഥ അതാണ് ഇവിടെ പറയുന്നത്. അതിൽ ഫസ്റ്റ് പോയിൻ്റാണ് ഇന്ത്യ ഹാസ് ബീൻ ആൻ ഇമ്പോർട്ടൻറ്റ് ട്രേഡിംഗ് നേഷൻ സിൻസ് ദ ഏഷ്യൻ ടൈംസ്. However, the policies of commodity production, trade and tariffs followed by the colonial government adversely affected by the structure, composition and volume of India's foreign trade. അതായത് ഇന്ത്യ പുരാതന കാലം മുതൽ ഒരു പ്രധാന വ്യാപാര രാഷ്ട്രമാണ്. എന്നിരുന്നാലും കൊളോണിയൽ ഗവൺമെൻറ് പിന്തുടരുന്ന ചരക്ക് ഉൽപ്പാദനം, വ്യാപാരം, താരിഫ് എന്നിവയുടെ നയങ്ങൾ ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തിൻ്റെ ഘടനയെയും അളവിനെയും പ്രതികൂലമായി ബാധിച്ചു. രണ്ടാമത്തേതാണ് അണ്ടർ ബ്രിട്ടീഷ് റൂള് ഇന്ത്യ ബിക്കം എൻ എക്സ്പോർട്ടഡ് ഓഫ് പ്രൈമറി പ്രൊഡക്ട്സ് സച്ച് ആൻ റോ സിൽക്ക്, കോട്ടൺ, wool, sugar, indigo, jute, etc. and an import of finished consumer goods like cotton, silk and woolen clothes as well as capital goods. അതായത് ബ്രിട്ടീഷ് ഭരണത്തിലെ കീഴിൽ അസംസ്കൃത സിൽക്ക്, കോട്ടൺ, കമ്പിളി, പഞ്ചസാര, ഇൻഡിഗോ, ചണം തുടങ്ങിയ പ്രാഥമിക ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്കാരും പരുത്തി, പട്ട്, കമ്പിളി വസ്ത്രങ്ങൾ തുടങ്ങിയ ഫിനിഷ്ഡ് കൺസ്യൂമർ ചരക്കുകളുടെയും മൂലധന വസ്തുക്കളുടെയും ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറി. അടുത്തൊരു ടോപ്പിക്കാണ് ഡെമോഗ്രാഫിക് കണ്ടീഷൻ.
ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും ഹൈ ആയിരുന്നു അവിടെ. ലിറ്ററസി, ലൈഫ് എക്സ്പെക്റ്റൻസി അതും വെരി ലോ ആയിരുന്നു. പബ്ലിക് ഹെൽത്ത് അത് പുവർ ആയിരുന്നു. ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി വെരി ഹൈ ആയിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. കൂടുതൽ ഡിലേ ആക്കാതെ പെട്ടെന്ന് തന്നെ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്